സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല സംഭാവനകൾ അയച്ചു തരിക, വളരെ മനോഹരമായ പരസ്യങ്ങൾ അയച്ചു തരിക. വാട്സപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സർക്കാരിനെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം, സാമൂഹ്യം, പാരിസ്ഥിതികം, കേന്ദ്രം, സംസ്ഥാനം എല്ലാ വിവിധ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു വരുന്നത്. അത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇതൊരു ജനകീയ ചാനലായി മാറുകയാണ്, ജനങ്ങളുടെ ശബ്ദമായിട്ട് നിൽക്കുന്നു. ഇന്ന് നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൽ വളരെ വലിയ ഒരു വാർത്തയുണ്ട്. അതിൻ്റെ പടം ഇങ്ങനെയാണ്. ഫയൽ നീക്കം എന്തായി എന്നാണ് ചോദ്യം. എന്തായി സാറേ എന്നുള്ളതാണ് ചോദ്യം. 3,04,778 ഫയൽ സെക്രട്ടേറിയറ്റിൽ തന്നെ കിടപ്പുണ്ട്. അതിൽ തീർപ്പായത് 96,000 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിലധികം ഫയലുകൾ കിടപ്പുണ്ട് അവിടെ. അതുപോലെ തന്നെ 2,08,610 ഫയൽ സെക്രട്ടേറിയറ്റിൽ മാത്രം കിടക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, കമ്പ്യൂട്ടറൈസേഷൻ നടന്ന കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കാലമാണ്. ധാരാളമായി സെക്രട്ടേറിയറ്റിനകത്ത് ആവശ്യത്തിലധികം സ്റ്റാഫൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ്. ഡയറക്ടറേറ്റുകളിൽ നോക്കിയാൽ 9,05,049 10 ലക്ഷത്തോളം ഫയലുകളാണ് കിടക്കുന്നത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ 40 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതൊരു സ്ഥാപനത്തെ ബാധിക്കുന്നതാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നതാണ്. തീർപ്പായത് 3,39,611 ഫയലുകൾ മാത്രമാണ് തീർപ്പായിട്ടുള്ളത്. 5,65,438 ഫയലുകൾ തീർക്കാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി നമ്മുടെ ഡോക്ടർ ജയതിലകൻ്റെ ഒരു പ്രസ്താവനയും പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അപൂർണമാണ് ഫയലുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. കുറയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷട്ടപ്പാൻ്റെ പുട്ടപ്പ് കളി മാത്രമേ നടക്കുന്നുള്ളൂ. ഫയലുകളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഈ പുട്ടപ്പും ഷട്ടപ്പും മതിയാക്കിയാൽ, കൊറിയടിച്ച് കളിച്ചാൽ, കളി മതിയാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ ഫയലുകൾ. ഈ ഫയലുകൾ തീരണമെങ്കിൽ പുതിയ ഫയൽ സിസ്റ്റം വന്നേ കഴിയൂ. നമ്മളുടെ സംവിധാനം, ജില്ലാ കളക്ടർ അയക്കുന്ന ഫയൽ എന്തിനാണ് അസിസ്റ്റന്റ് കാണേണ്ടി വരിക? അത് കമ്പ്യൂട്ടർ വഴി വരുന്ന ഫയലായതുകൊണ്ട്, അത് ഈ ഫയലായതുകൊണ്ട് എന്തുകൊണ്ട് നേരിട്ട് മുകളിലേക്കുള്ള ഓഫീസർമാർക്ക് കണ്ടുകൂടാ? ജനറേറ്റ് ചെയ്യുന്ന ഫയലുകളായിക്കോട്ടെ. അതേസമയം പിന്നെ വരുമ്പോൾ ഒരിക്കൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനം വരുന്ന ഫയലുകൾ വീണ്ടും അസിസ്റ്റൻ്റ് അടുത്ത് തന്നെ വന്ന് നമ്പർ ഇട്ട് SO കണ്ട്, അണ്ടർ സെക്രട്ടറി കണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി കണ്ട്, അഡീഷണൽ സെക്രട്ടറി കണ്ട്, സ്പെഷ്യൽ സെക്രട്ടറി കണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി കണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ട്, ചീഫ് സെക്രട്ടറി. എന്തൊരു ഹൈറാർക്കിയാണ്, എന്തൊരു ഗതികേടാണ് ഈ സിസ്റ്റം. ആർക്ക് വേണ്ടിയിട്ടാണ്? കാലിന് വേണ്ടി നിങ്ങൾ ചെരുപ്പ് മുറിക്കൂ, ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കാതിരിക്കൂ. എല്ലാ ചീഫ് സെക്രട്ടറിമാരും വന്നിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു തള്ളും. ഡോക്ടർ K. വേണു വന്നപ്പോൾ ഒരു തള്ളി എല്ലാ പത്രങ്ങളിലും, കേരള കൗമുദിയിലടക്കം ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പം എടുത്ത് മറിക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ തന്നെ പോയി. ശാരദാ മുരളീധരൻ വന്നപ്പോൾ പിന്നെ വനിതയാണെന്ന് പറഞ്ഞ് വലിയ ആഘോഷമായിരുന്നു ഇവിടെ. പക്ഷെ എന്താ സംഭവിച്ചു? അവരുടെ ഇന്റർവ്യൂ വരുന്നു, പത്രത്തിൽ വരുന്നു, ചാനലിൽ വരുന്നു, ബൈറ്റ് വരുന്നു, ഓൺലൈനിൽ വരുന്നു. പിന്നെ അവർ നിറത്തിൻ്റെ പ്രശ്നം ഇവിടെ പറഞ്ഞതുകൊണ്ട് അവർ ജഗ പുകയായിരുന്നു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അവരൊരു വിവാദവും കൂടെ ഉണ്ടാക്കിക്കൊണ്ടങ്ങ് പോയി. പ്രശാന്തിന് പ്രശാന്തിനെ, ഡോക്ടർ B. അശോകനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോയി. ഒരാളെ സസ്പെൻഡ് ചെയ്ത് വേറെ വല്ലതും നടന്നോ? ഒരു നിറത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അവരും പോയി. അടുത്ത് ജയത്തിലൊക്കെ ചാർജ് എടുത്തപ്പോൾ വീണ്ടും അടിക്കുന്നു. ഓരോ ചീഫ് സെക്രട്ടറിമാരും ചാർജ് എടുക്കുമ്പോൾ ഒന്നൊന്നര തള്ളും. പത്രത്തിൽ, ഏതെങ്കിലും പത്രത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത് അവർക്ക് സ്വാധീനമുള്ളൊരു പത്രത്തെ വിളിച്ച് പറഞ്ഞ് ഒരു തള്ളും. എന്താ തള്ളു? ഞാനിവിടെ അട്ടിമറിക്കുമെന്ന് പറയും. ഒരു പുണ്ണാക്കം നടക്കുന്നില്ല. ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ സങ്കടമുണ്ട്. ഒരു പുണ്ണാക്കും ഇവിടെ നടക്കുന്നില്ല. അവരിരുന്ന് വിലപിക്കും. വ്യവസ്ഥിതിയെ നിങ്ങൾ വിലപിച്ചാൽ ഞങ്ങൾ ആരോട് പരാതി പറയും? നിങ്ങളിരുന്ന് വിലപിക്കുന്നു. സർക്കാർ സംവിധാനത്തിൽ ഇരുന്ന് നിങ്ങൾ വിലപിക്കുന്നു. ചീഫ് സെക്രട്ടറിമാർ വിലപിച്ചാൽ ആ രാജ്യം കത്തിത്തീരുന്നതിന് തുല്യമല്ലേ? ഈ രാജ്യത്തെ ചീഫ് സെക്രട്ടറിമാരും ഈ രാജ്യത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പരസ്യമായി വന്ന് ഞങ്ങൾ നിസ്സഹായരാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ജോലി രാജിവെച്ച് പുറത്തു പോകണമെന്നേ, നിങ്ങൾക്ക് ആയുധം വെച്ച് നിങ്ങൾ കീഴടങ്ങണമെന്നേ. ഞാൻ ഒരു ചീഫ് സെക്രട്ടറി അല്ല പറയുന്നത്, വ്യവസ്ഥിതിയാണ് പറയുന്നത്, സിസ്റ്റത്തെയാണ് പറയുന്നത്. എന്തൊരു ഗതികേടാണ് ഈ സിസ്റ്റം. എത്ര കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിൻ്റെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വരുന്നത്. കഴിയാത്ത സിസ്റ്റം ഉടച്ചു വാർക്കണം മിസ്റ്റർ, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. എന്തൊരു ഗതികേടാണ്. ലക്ഷക്കണക്കിന് 10 ലക്ഷത്തിലധികം ഫയലും കെട്ടിവെച്ച് അതിൻ്റെ പുറത്ത് അടയിരിക്കാൻ നാണം വേണം, ഉളുപ്പ് വേണം, ഒന്നൊന്നര ഒരു ശക്തി തന്നെ ആവശ്യമുണ്ട്.